നമസ്കാരം. കൊല്ലം അഞ്ചലിൽ യുവതിയെയും 17 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം 18 വർഷക്കാലം നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞെങ്കിലും പ്രതികളായ ദിവിൽ കുമാറിനെയും രാജേഷിനെയും കുരുക്കിയത് ചെന്നൈ CBI ഓഫീസിലേക്ക് എത്തിയ അജ്ഞാത സന്ദേശമാണ്. വിഷ്ണു എന്ന പേരിൽ ഒരാൾ പോണ്ടിച്ചേരിയിൽ കാർപ്പൻ്റർ ഇന്റീരിയർ സ്ഥാപനം നടത്തുന്നയാൾ കേരളത്തിലെ പ്രമാദമായ കൊലപാതകങ്ങളിലെ പ്രതിയാണെന്ന ചെന്നൈ CBIക്ക് ലഭിച്ച രഹസ്യ വിവരമായിരുന്നു ഇരു പ്രതികളെയും കുടുക്കിയത്. പ്രതികളെ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം നടത്തുകയും ദിവസങ്ങളോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ വ്യക്തമായ തെളിവുകളോടെ അന്വേഷണ സംഘം പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയുമായിരുന്നു. പ്രതികളെ ശനിയാഴ്ച കൊച്ചിയിലെത്തിച്ചു. ഈ മാസം 18 വരെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. വൈകാതെ CBI കസ്റ്റഡിയിൽ വാങ്ങും. അഞ്ചലിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇരുവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും പ്രതികളെ കിട്ടിയിരുന്നില്ല. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കാനാണ് CBI തയ്യാറെടുക്കുന്നത്. ആർമിയുടെ പട്ടാൻകോട്ട് യൂണിറ്റിലായിരുന്നു ദിവിൽ കുമാറും രാജേഷും സേവനമനുഷ്ഠിച്ചിരുന്നത്. അഞ്ചൽ സ്വദേശിനിയായ രഞ്ജിനിയുമായി ദിവിൽ അടുക്കുകയും തുടർന്ന് അവിവാഹിതയായിരിക്കെ രഞ്ജിനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ദിവിൽ തയ്യാറാകാതിരുന്നതോടെ രഞ്ജിനി പോലീസിനെയും വനിതാ കമ്മീഷനെയും സമീപിച്ചു. വനിതാ കമ്മീഷൻ DNA പരിശോധന നടത്താൻ നിർദ്ദേശിച്ചതിന് പിന്നാലെ പ്രതികൾ നാട്ടിൽ മടങ്ങിയെത്തി. ആസൂത്രിതമായി രഞ്ജിനിയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയി. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. പട്ടാൻകോട്ടിൽ സൈനികർ തിരിച്ചെത്തിയിട്ടില്ല എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വ്യാപക അന്വേഷണം നടത്തി. പ്രതികൾ വിദേശത്തേക്ക് കടന്നിരിക്കാമെന്ന നിഗമനത്തിൽ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറങ്ങി. അടുത്തിടെ പ്രതികൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന സൂചന ലഭിച്ച CBI ചെന്നൈ യൂണിറ്റ് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു. ദിവിൽ കുമാർ വിഷ്ണു എന്ന പേരിലായിരുന്നു പോണ്ടിച്ചേരിയിൽ കഴിഞ്ഞിരുന്നത്. 2006 ഫെബ്രുവരിയിലാണ് വെറും 17 ദിവസം മാത്രം പ്രായമായ ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും യുവതിയായ അമ്മയെയും വാടക വീട്ടിൽ അതിക്രൂരമായി കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പത്താൻകോട് റെജിമെന്റിൽ സൈനികരായിരുന്നു ദിവിലും രാജേഷും. ദിവിലിനെതിരെ യുവതി നിയമപരമായി നീങ്ങിയതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത്. യുവതിയുടെ അമ്മ പഞ്ചായത്ത് ഓഫീസിൽ പോയ സമയത്തായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ നടന്നത്. രഞ്ജിനി നൽകിയ കേസിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ദിവിൽ കുമാറിനെതിരെ നീങ്ങിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായിരുന്നില്ല. ദിവിലിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് കണ്ണൂരുകാരനായ രാജേഷ് സമീപിക്കുകയും രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും ദിവിൽ ഏറ്റെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും അതേ രാജേഷാണ് ഈ ക്രൂര കൊലപാതകങ്ങളിലെ കൂട്ടുപ്രതി. രഞ്ജിനിയുടെ വീട്ടുകാരുടെ വിശ്വാസ്യത നേടിയെടുത്ത് വീട്ടിൽ വരാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു രാജേഷ്. മകൾക്കും പേരക്കുഞ്ഞുങ്ങൾക്കും മരണാനന്തരമെങ്കിലും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിനിയുടെ അമ്മ കയറാത്ത ഓഫീസ് വരാന്തകളില്ല. അന്വേഷണം CBI ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ്. ഇതേ കേസിന്റെ പശ്ചാത്തലത്തിൽ പ്രതികൾക്കെതിരെ ഇന്ത്യൻ സൈന്യവും കേസ് ഫയൽ ചെയ്തതോടെ സൈന്യവും നിയമ നടപടികൾ ആരംഭിച്ചു. അഞ്ചൽ കൊലപാതകങ്ങളിലെ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ കേരള പോലീസ് പ്രതികളെ കണ്ടെത്തുന്നവർക്കായി ആദ്യം 50,000 രൂപ ഇനാം പ്രഖ്യാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പ്രതികൾക്കായി രാജ്യവ്യാപകമായ തിരച്ചിൽ നടത്തി. പിന്നീട് ഇനാം തുക 2 ലക്ഷമാക്കി ഉയർത്തി നോക്കി. ദിവിലും രാജേഷും നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് കാണാമറിയത്ത് തന്നെയായിരുന്നു. പിന്നീട് കേസ് CBIക്ക് വിടുകയായിരുന്നു. 2006 സംഭവം നടക്കുമ്പോൾ കേരളത്തിലെ ക്രൈം കേസുകളുടെ ചുമതല CBI ചെന്നൈ യൂണിറ്റിനായിരുന്നു. അതുകൊണ്ടാണ് പ്രതികളെ തിരഞ്ഞ് ചെന്നൈ യൂണിറ്റ് തന്നെ പോണ്ടിച്ചേരിയിലെത്തിയത്. തികച്ചും ആസൂത്രിതമായിരുന്ന കൊലപാതകങ്ങൾക്ക് ശേഷവും എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് പ്രതികൾ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. കൃത്യനിർവഹണത്തിന് ശേഷം നാടുവിട്ട പ്രതികൾ അധികം അകലെയൊന്നുമല്ല എത്തിപ്പെട്ടത്. പോണ്ടിച്ചേരിയിൽ പോയി പേരും രൂപവും തന്നെ മാറ്റി. ഇത്രയധികം സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ച കാലത്ത് 18 വർഷമാണ് പോണ്ടിച്ചേരിയിൽ ആരാലും തിരിച്ചറിയപ്പെടാതെ സ്വൈര്യ ജീവിതം ഇവർ നയിച്ചു വന്നത്. ഒരു ഇന്ത്യൻ പൗരന്റെ അടിസ്ഥാന രേഖയായി കരുതിപ്പോരുന്ന ആധാർ കാർഡിന്റെ ആധികാരികതയെ പോലും ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആദ്യം പ്രതികൾ നടത്തിയത്. പോണ്ടിച്ചേരിയിൽ സ്വന്തമായി വിലാസമുണ്ടാക്കി അവിടെ നിന്നും ആധാർ കാർഡ് എടുത്തു. പോണ്ടിച്ചേരിയിൽ ഒരു ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം തുടങ്ങി. കാർപ്പൻ്റർ വർക്കുകൾ ഏറ്റെടുത്ത് സ്ഥാപനം നല്ല രീതിയിൽ നടത്തിപ്പോന്നു. പ്രതികളിൽ ഒരാൾ വിഷ്ണു എന്ന പേരിലായിരുന്നു സ്ഥാപന ഉടമയായി ബിസിനസ് നടത്തിയത്. ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയ പ്രതികൾ ഇത്രയും കാലം നാടുമോ കുടുംബവുമായോ ബന്ധപ്പെട്ടിട്ടില്ല എന്നതും സംശയാസ്പദമായ കാര്യമാണ്. രണ്ടുപേരും വിവാഹം ചെയ്തു. പോണ്ടിച്ചേരിയിൽ തന്നെ അധ്യാപികമാരായി ജോലി ചെയ്യുന്ന യുവതികളെയാണ് ഇവർ വിവാഹം ചെയ്തത്. രണ്ടുപേർക്കും കുട്ടികളുമായി. 18 വർഷക്കാലം നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞെങ്കിലും ആ അജ്ഞാത സന്ദേശം CBIക്ക് അന്വേഷണത്തിൽ തുമ്പായി മാറി.